നമ്മൾ ഒരുപാട് നടന്മാരുടെ ഫിലിമോഗ്രാഫി ഡിസ്കസ് ചെയ്യാറുണ്ട്. മമ്മൂട്ടി മുതൽ ദിലീപ് വരെയുള്ളവരുടെ ഓരോ വർഷത്തെ സിനിമകളെ കുറിച്ചും അവർ സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് എത്തിയ സിനിമകളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചില ഓഡിയൻസ് ഒരുപാട് കമന്റ്സ് ചെയ്യാറുണ്ട്, അവർ ഒരുപാട് സജഷൻസ് പറയാറുണ്ട്. അതിൽ ഞാൻ കുറച്ച് കമന്റുകൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ കുറച്ച് പേര് അതിൽ പറഞ്ഞിരുന്നത് നടൻ മുകേഷിന്റെ പേരാണ്. മുകേഷിന്റെ സിനിമകളെ കുറിച്ചാണ്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മുകേഷിന്റെ സിനിമകളാണ്. നമുക്കറിയാം മുകേഷ് 82-ൽ ബലൂൺ എന്ന സിനിമയിലൂടെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് ക്യാരക്ടർ റോളുകൾ, അനിയൻ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് റാംജിറാവു എന്ന സ്പീക്കിംഗ് 89-ൽ റിലീസായ റാംജിറാവിന് ശേഷമാണ് ഒരു നായക തുല്യമായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉള്ള ഒരു നടനായി മാറുന്നത്, ഒരു താരമൂല്യമുള്ള ഒരു നടനായി മാറുന്നത്. മുകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, റാംജിറാവു ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ അനിയനും കൂട്ടുകാരനും ഒക്കെ ആയി എന്റെയൊക്കെ കരിയർ ഒതുങ്ങി പോവായിരുന്നു എന്നുള്ളത്. എന്തായാലും അതിനുശേഷമുള്ള, നമ്മൾ ആ 80-കൾ പറയുന്നില്ല, അതിനുശേഷം 1990 എന്ന വർഷം മുതൽ മുകേഷിന്റെ സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് 1990 മുകേഷ്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ, അതായത് റാംജിറാവു എന്ന സ്പീക്കിങ്ങിന് ശേഷം സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് മുകേഷിനെ തന്നെ വീണ്ടും നായകനാക്കിയ സിനിമ ഇനി ഹരിഹർ നഗർ. റാംജിറാവുവിൽ മുകേഷ് നായകൻ എന്ന് പറയാൻ പറ്റില്ല, മുകേഷും സായ്കുമാർ, ശരിക്കും സായ്കുമാർ ആണ് അതിലെ ഒരു പൊടിക്ക് മുകളിൽ നിൽക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖ നായകൻ സായ്കുമാർ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതില്. മലയാളത്തെ എത്തി കഴിഞ്ഞപ്പോൾ കൂടുതൽ താരമൂല്യം അല്ലെങ്കിൽ കൂടുതൽ ഒരു റോള് അതിൽ മുകേഷിനായിരുന്നു. എന്തായാലും ഇനി ഹരിഹർ നഗറിൽ വന്നു കഴിഞ്ഞപ്പോൾ റാംജിറാവുവിലെ മുകേഷ് ഉണ്ട്, സായ്കുമാറിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ, ആ ഒരു ആൻഡ്രൂസ് എന്ന ക്യാരക്ടറാണല്ലോ കൊടുത്തത്. ബാക്കി ഉണ്ടായിരുന്നത് അതിൽ അശോകനും സിദ്ദിഖും ജഗദീഷും ഒക്കെയാണ്. അപ്പോൾ ഇനി ഹരിഹർ നഗർ എന്തുകൊണ്ടും മുകേഷിന്റെ കരിയറിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. റാംജിറാവു ആയിരുന്നു 89-ൽ മുകേഷിന് ഏറ്റവും ഗുണം ചെയ്തതെങ്കിൽ 1990 എത്തിക്കഴിഞ്ഞപ്പോൾ അത് ഇനി ഹരിഹർ നഗറായി. ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകൾ ഒരു സിനിമ ഏതാണ് ടോപ്പ് ക്രോസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ പല ചർച്ചകൾ വരും. പക്ഷെ എന്തായാലും ഇനി ഹരിഹർ നഗറും ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒരു സിനിമ തന്നെയാണ്. അടുത്ത സിനിമ സിബി മലയിലിന്റെ മാലയോഗം. മാലയോഗം എന്ന സിനിമ കിരീടം കഴിഞ്ഞ ശേഷം, കിരീടമാണ് സിബി മലയിലിനൊരു, എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഉണ്ട് സിബി മലയിലിന്റെ സിനിമകളൊക്കെ, ഒരുപാട് നല്ല സിനിമകൾ. ഓഗസ്റ്റ് 1 സിബി മലയിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹിറ്റ്. അത് കഴിഞ്ഞിട്ട് കിരീടം വരുന്നു, വേറൊരു ലെവലിലോട്ട് സിബി മലയിലിന്റെ കരിയർ പോകുന്നു. അത് കഴിഞ്ഞിട്ട് സിബി മലയിൽ ചെയ്ത സിനിമ തന്നെയാണ് മാലയോഗം. ഈ കിരീടം കഴിഞ്ഞിട്ട് അതേ ടീമിന്റെ തന്നെ ഹിസൈനസ് അബ്ദുള്ള ചെയ്തു. ഹിസൈനസ് അബ്ദുള്ള 1990 മാർച്ചിൽ ഇറങ്ങുന്നു. ഹിസൈനസ് അബ്ദുള്ള കഴിഞ്ഞിട്ടാണ് മാലയോഗം തുടങ്ങിയത്. അതൊരു കൊച്ചു സിനിമ എന്ന രീതിയിൽ നമ്മൾ കിരീടമുണ്ണി അദ്ദേഹം തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ആ സിനിമ ഒന്നും നല്ല ഭയങ്കരമായിട്ട് ഹിറ്റ് അല്ല, പക്ഷെ ആ സിനിമ അന്ന് ലാഭം കിട്ടി. കാരണം അന്ന് ഈ ഔട്ട്റൈറ്റഡ് ആയിട്ട് സിനിമകളൊക്കെ വിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് മാലയോഗമൊക്കെ അന്ന് അത്യാവശ്യം പൈസയ്ക്ക് വിറ്റു. അതുകൊണ്ട് പ്രൊഡ്യൂസർ സേഫ് ആയിരുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തട്ടുകടില്ലാതെ പോയ ഒരു സിനിമ തന്നെയായിരുന്നു. മാലയോഗത്തിൽ ജയറാമും മുകേഷും, അതിൽ രണ്ടുപേർക്കും ഒരു തുല്യ ക്യാരക്ടേഴ്സ് എന്ന് പറയാം. നല്ലൊരു സിനിമയാണ്. അന്ന് ഈ സ്ത്രീധനത്തിനെതിരെയുള്ള ഒരു സിനിമയ്ക്കാണ്. ആ ഒരു രീതിയിൽ ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ അത്യാവശ്യം ആളുകൾ കാണിക്കുക. ഞാനൊക്കെ അത് പിന്നീട് ടി വിയിൽ വന്നിട്ടും കാസറ്റും അങ്ങനെയൊക്കെയാണ് ആ സിനിമ കാസറ്റ് എടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നീട് ടി വിയിൽ വന്നിട്ടും ഇപ്പൊ യൂട്യൂബിലൊക്കെ പിന്നീടൊക്കെ കണ്ടിട്ടുണ്ട് മാലയോഗം എന്ന സിനിമ. എന്തായാലും മുകേഷിനും നല്ല ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു മുകേഷിനും ആ സിനിമയിൽ കിട്ടിയത്. മാലയോഗം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ജയറാമിന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി ഒരു സംവിധായകൻ വരുന്നു, അതായിരുന്നു തുളസിദാസ്. അന്ന് തുളസിദാസ് ലയനം എന്ന സിനിമയിലൂടെ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. പക്ഷെ ലയനം ഒരു വേറൊരു തരത്തിലുള്ള ഒരു ഏപ്പടം എന്ന രീതിയിലൊക്കെ ആളുകൾ ലേബിൾ ചെയ്ത് നിർത്തുന്ന ഒരു സമയമാണ്. അപ്പൊ ജയറാമിന്റെ അടുത്ത് വരുന്നു, ജയറാമിനോട് കഥ പറയുന്നു. പക്ഷെ ജയറാമിന് അന്ന് ഡേറ്റ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ജയറാം തുളസിദാസിന് ഡേറ്റ് കൊടുക്കത്തില്ല. അവിടെ നിന്നിട്ട് മുകേഷിന് തുളസിദാസ് അഭിനയിപ്പിക്കുന്നു, മുകേഷിന്റെ ഡേറ്റ് വാങ്ങുന്നു. അങ്ങനെ സംഭവിച്ച സിനിമയാണ് കൗതുക വാർത്തകൾ. കൗതുക വാർത്തകൾ ശരിക്കും മുകേഷും സുരേഷ് ഗോപിയുണ്ട്. അന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാനൊരു തുളസിദാസിന്റെ ഒരു ഇന്റർവ്യൂവിൽ അത് കണ്ട ഒരു ഓർമ്മയുണ്ട്. അതിൽ ജയറാമിന് വെച്ചിരുന്ന റോളാണോ മുകേഷ് അഭിനയിച്ചത്, അതോ ജയറാമിന്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് ആ റോളിലോട്ട് സുരേഷ് ഗോപിനെ അഭിനയിപ്പിച്ചതാണോ എന്നറിയില്ല. എങ്കിലും എന്തായാലും കൗതുക വാർത്തകൾ നമുക്ക് നായകൻ മുകേഷ് തന്നെയാണ്. മുകേഷിന്റെ ആ ഒരു സേഫ് സോൺ അല്ലെങ്കിൽ മുകേഷിന്റെ ഒരു ഇത് തന്നെയാണ് ആ ഒരു പൂവാനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നമുക്കറിയാം ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ കഥയാണ്. കുറെ പെണ്ണുങ്ങളൊക്കെ ലൈനടിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉള്ള ഒരു കഥയാണ്. ആ സിനിമയെ ഭയങ്കരമായിട്ട് സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമയാണ്. മുകേഷിന്റെ കരിയറിൽ ഭയങ്കരമായിട്ട് തുടർന്ന് അതുപോലത്തെ കുറെ റോൾസ് മുകേഷിന് കിട്ടാൻ കാരണമൊക്കെ ആയ ഒരു സിനിമ തന്നെയായിരുന്നു കൗതുക വാർത്തകൾ. പിന്നെ പത്മരാജൻ എഴുതിയ, ജോഷി സംവിധാനം ചെയ്ത മമ്മൂട്ടി സിനിമ, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഈ തണുത്ത വെളുപ്പാൻ കാലത്ത്.
അതിൽ മമ്മൂട്ടിയാണ് നായകൻ, ഒരുപാട് ആക്ടേഴ്സ് സിനിമയിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുണ്ട്. മുകേഷ് അതിൽ ചെറിയൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. ആ സിനിമ നല്ല ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു, പക്ഷെ അങ്ങനെ സൂപ്പർ ഹിറ്റ് ഒന്നും അല്ല. പക്ഷെ മുകേഷ് ചെറിയൊരു വേഷം അതിൽ അതിന്റെ ഒരു ഭാഗമായി എന്ന് നമുക്ക് പറയാം. പിന്നെ അക്കരെ അക്കരെ അക്കരെ, പട്ടണപ്രവേശം, നാടോടിക്കാറ്റിന്റെ ഒക്കെ തുടർച്ച. ആ സിനിമ നല്ല രസമുള്ള സിനിമയാണ്, നമ്മൾ ഇന്നും റിപ്പീറ്റ് ആയിട്ട് കാണുന്ന സിനിമയാണ്. പക്ഷെ തിയേറ്ററിൽ അന്ന് വിജയിച്ച സിനിമയല്ല. പക്ഷെ മുകേഷും നല്ല രസമാണ്. മോഹൻലാലും മമ്മൂട്ടി അല്ല, മോഹൻലാലും ശ്രീനിവാസനും തന്നെയാണ്, ദാസനും വിജയനും തന്നെയാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. പക്ഷെ മുകേഷും മണിയമ്പിള്ള രാജും അതിഗംഭീരമായിട്ടുള്ള റോൾ, അതിൽ സോമനായിട്ടുള്ള കുറെ ഹ്യൂമർ സീൻസ് ഒക്കെ നല്ല രസമുള്ള സിനിമയായിരുന്നു, രസമുള്ള ക്യാരക്ടറായിരുന്നു. പ്രിയദർശന സിനിമകളൊക്കെ മുകേഷ് കഥ പോലും ചോദിക്കാതെ പോയി ചെയ്യും. പ്രിയദർശനാണെങ്കിൽ മുകേഷ് തന്നെ വേണമെന്ന് പറയും ചെയ്യും. കാക്കക്കൂല സമയത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് മുകേഷ് പറയാറുണ്ട്. വേറെ ആരുമില്ല വേഷം ചെയ്യാൻ, നീ തന്നെ വന്ന് ചെയ്യണം എന്ന് മുകേഷിനോട് പറഞ്ഞിട്ടുണ്ട്. അക്കരക്കര അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു, പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു. മുകേഷും നന്നായിട്ട് പൂണ്ട് വിളയാടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ചന്ദ്രശേഖരൻ എന്ന ഡയറക്ടറുടെ സിനിമ, ടി.ആർ. സാക്കും എ.ആർ. മുകേഷും എഴുതിയൊരു സിനിമയാണ് ചെറിയ ലോകവും വലിയ മനുഷ്യരും. ആ സിനിമയുടെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് എനിക്ക് ഒരു അറിയില്ല, പക്ഷെ ടി.വിയിൽ വന്നിട്ടും പിന്നീട് യൂട്യൂബിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന നല്ല രസമുള്ള ഒരു സിനിമയാണ്. അതിൽ മുകേഷും ഇന്നസെന്റും ജഗദീഷ് ശ്രീകുമാർ മാംപോയി കുറെ കള്ളന്മാരുടെ ഒരു കഥയാണ്. അതൊരു ഒരു കൂട്ടക്കളിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ റാംജിറാവും ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു കൂട്ടക്കളി തുടങ്ങിയ ആ ഒരു ഇതിൽ ഗണത്തിൽ പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ് ചെറിയ ലോകവും വലിയ മനുഷ്യരും. പിന്നെ ചാമ്പ്യൻ തോമസ് എന്ന സിനിമയുണ്ട്. ആ സിനിമ ജഗദീഷ് ശ്രീകുമാറാണ് അത് എഴുതിയത്, റെക്സ് എന്ന ഡയറക്ടറാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സിനിമ കാസറ്റ് എടുത്ത് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ കഥയോ മറ്റു കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. മുകേഷ് അതിലെന്തോ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. സിനിമ പക്ഷെ തിയേറ്ററിൽ വിജയിച്ച സിനിമയൊന്നും അല്ല. പിന്നെ മറുപുറം, വിജി തമ്പി ഡയറക്ട് ചെയ്ത് രഞ്ജിത്ത് എഴുതിയ സിനിമ. അത് 90 ഒക്ടോബറോ നവംബർ ആ മാസം എപ്പോഴാണ് ആ സിനിമ ഇറങ്ങിയത്. ആ സിനിമ അന്ന് പരാജയമായിരുന്നു, പക്ഷെ നല്ലൊരു രസമുള്ള സിനിമയാണ്. അതിൽ ജയറാമും മുകേഷും രണ്ടുപേരും തുല്യ പ്രാധാന്യം എന്ന് പറയും. ജയറാമാണ് സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ കൂടുതലും ജയറാമാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഇവർ രണ്ടുപേരും തന്നെയാണ് ചെറിയൊരു തട്ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ജയിലിൽ പോകണം, ജയിലിൽ നിന്ന് ഇറങ്ങണം, ഒരുപാട് പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിനിമ പക്ഷെ അന്ന് പരാജയമായിരുന്നു. പിന്നെ ഗജകേസരി യോഗം, PG വിശ്വംഭരൻ 80കളിൽ സൂപ്പർ സ്റ്റാർ പടങ്ങൾ ചെയ്ത് അദ്ദേഹം 90s ആയി കഴിഞ്ഞപ്പോൾ ട്രാക്ക് മാറ്റി സൂപ്പർ സ്റ്റാർസിനെ പുറകെ പോവാതെ മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങിയവരെ വെച്ച് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ രസമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഗജകേസരി യോഗം. മുകേഷിനെ നമുക്ക് നായകൻ എന്ന് വിളിക്കാൻ പറ്റും, പക്ഷെ ഞാൻ പറയാ സിനിമയിലെ നായകൻ ഇന്നസെന്റ് ആണ്. കാരണം ഇന്നസെന്റും KPSലെടുത്ത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മുകേഷ്. മുകേഷ് ചെറിയൊരു തരികടയൊക്കെ നടക്കുന്നു. മുകേഷ് ഹിന്ദി പഠിപ്പിക്കാനായിട്ട് വരുന്നതും അറിയാം നമുക്ക്. സിനിമ എല്ലാവർക്കും സിനിമയെ കുറിച്ചറിയാം. നല്ല ബോക്സ് ഓഫീസിൽ ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു സിനിമയായിരുന്നു. മുകേഷിനും കരിയറിലും നല്ല ഗുണം ചെയ്ത സിനിമ തന്നെയായിരുന്നു. പിന്നെ മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം, ആലപ്പി അഷറഫ് ഡയറക്ട് ചെയ്ത സിനിമയാണ്. അതിൽ സുരേഷ് ഗോപി, ലിസി, ഒരുപാട് പേരുണ്ട് അതിൽ സ്റ്റാർ കാസ്റ്റ്. മുകേഷ്, ശങ്കരാടി, സുകുമാരി, ജഗതി ഒക്കെ ഉണ്ട്. ഒരു കൂട്ടക്കളി തന്നെയായിരുന്നു. അത് ബോക്സ് ഓഫീസിൽ അങ്ങനെ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അല്ല എന്നുള്ളതാണ് എന്റെ അറിവ്. പിന്നെ തൂവൽ സ്പർശം, കമലിന്റെ, വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു 3 നായകന്മാരുടെ കഥ. അതിൽ റാംജിറാവിന് ശേഷം സായ്കുമാർ, മുകേഷ് ഒന്നിക്കുന്നു, കൂടെ ആ ഒരു ടീമിലേക്ക് ജയറാമും വരുന്നു. നല്ല രസമുള്ള ഒരു സിനിമയാണ്. മോശമില്ലാതെ തിയേറ്ററിൽ ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്. അത് 1990 മെയ്യിലോ എന്തോണ് ആ സിനിമ റിലീസായിട്ടുള്ളത്. സുരേഷ് ഗോപി ഉണ്ട് അതിൽ, ഉർവശി ഉണ്ട്. നല്ലൊരു സിനിമ, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പൊ ഇത്രയും സിനിമകളാണ് ആ വർഷം മുകേഷ് അഭിനയിച്ചിട്ടുള്ള സിനിമകൾ. നേരത്തെ പറഞ്ഞ പോലെ സോളോ ഹീറോ ആയിട്ടും കൂട്ടക്കളിയൊക്കെ. എന്തായാലും ഇനിഹരിയർ നഗർ, അതുപോലെ തന്നെ കൗതുക വാർത്തകൾ, ഗജകേസരി യോഗം, ഇതൊക്കെ തന്നെയാണ് മുകേഷിന്റെ കരിയറിൽ ആ വർഷം ഏറ്റവും വലിയ വിജയിച്ച മുകേഷ് അഭിനയിച്ച സിനിമകൾ. തുടർന്ന് അങ്ങോട്ട് 91 ഒക്കെ ആയപ്പോൾ നമുക്കറിയാം ഗോഡ് ഫാദർ പോലത്തെ വമ്പൻ സിനിമകളൊക്കെ വന്നു. നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഈ സിനിമകൾ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ, നിങ്ങൾ ആരെങ്കിലും ഇതിൽ തിയേറ്ററിൽ പോയിട്ട് ഇതിലേതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇതിൽ എല്ലാ സിനിമകളും പിന്നീട് കാസറ്റ് എടുത്തിട്ടും, അന്നൊക്കെ കൂടുതലും മോഹൻലാൽ, അത് കഴിഞ്ഞാൽ മമ്മൂട്ടി, ഇവരുടെ സിനിമകളാണ് കൂടുതൽ തിയേറ്ററിൽ പോയി കാണുന്നത്. പിന്നീട് ജയറാം, സുരേഷ് ഗോപി, ഇവരുടെ സിനിമകൾ. അതൊക്കെ കഴിഞ്ഞ മുകേഷ് സിനിമകളൊക്കെ, മുകേഷ് നായകനാവുന്ന സിനിമകൾ അധികമൊന്നും ഞാനന്ന് തിയേറ്ററിൽ പോയി ചെറുപ്പകാലത്ത് സ്കൂളിൽ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നീട് നമ്മൾ ഹൈസ്കൂളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയപ്പോൾ പിന്നെ എല്ലാ സിനിമകളും കാണാൻ തുടങ്ങി. എന്തായാലും ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമകളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം.